ഉദ്ദേശിച്ചത്? നീ എന്തു ഈ പറയുന്നത്? അവളെ സൾഫ്യൂരിക് ആസിഡിന് കൈയും കാലും വെച്ച് വർഗവാ. അതുകൊണ്ട് നീ നടങ്ങി. അല്ലടാ, അവൾക്കേ അവനെ മാറ്റാൻ പറ്റൂ. അതിനൊരു കാരണമുണ്ട്. അത് വഴിയേ നിനക്ക് മനസ്സിലാവും. ഒന്ന് മാത്രം ഇപ്പോൾ പറയാം. ജോയൽ നമ്മളോട് മറച്ചു വെക്കുന്ന ഒരു രഹസ്യമുണ്ട്. എന്തു വന്നാലും അവർ തമ്മിൽ മാത്രമേ യോജിക്കൂ. കാലം അത് തെളിയിച്ചു തരും. എന്നാലും നീ എന്താ അങ്ങനെ പറഞ്ഞത്? അതിന് കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, നമുക്ക് നമ്മുടെ പഴയ ജോയലിനെ തിരിച്ചു വേണം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ അന്നയോട് ആ വഴക്കുണ്ടാക്കിയെങ്കിലും മോൻ്റെ കണ്ണു മൊത്തം ആ കൂടെയുള്ള കുട്ടിയുടെ മുഖത്തായിരുന്നല്ലോ. നീ ശ്രദ്ധിച്ചല്ലേ? ആയിക്കോട്ടെ, നമ്മളൊന്നും പറയുന്നില്ലേ. മോനെ സെൻറ്റി അടിക്കല്ലേ. എന്തോ അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീൽ. ഏതോ സിനിമയിൽ ദിലീപ് പറഞ്ഞ പോലെ എൻ്റെ ഇടനെഞ്ച് തുടിച്ചടാ അവളെ കണ്ടപ്പോൾ. ഇതത് തന്നെ, ലവ് ഓഫ് മാനിയ. എന്ത് ലവ് ഓഫ് മാനിയ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ്, കാതൽ, പ്യാർ. എപ്പടി? ചിലപ്പോൾ ആയിരിക്കാം, ആവാതിരിക്കാം. പിന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഇപ്പം ക്ലാസ്സിൽ പോവാം. അവൻ പോയിട്ട് കുറച്ച് സമയമായി. വാ പോവാം. നീയൊക്കെ അവിടെ എന്തോ എടുക്കുമായിരുന്നോ? എത്ര നേരമായി മനുഷ്യൻ ക്ലാസ്സിൽ വന്നിട്ട്? നീയൊന്നും ഇല്ലാത്തോണ്ട് രസവും ഇല്ലായിരുന്നു. ആ ഭാസ്കരൻ സാറിൻ്റെ ഉറക്കം തൂങ്ങി ഹിസ്റ്ററി ക്ലാസ് കേൾക്കേണ്ടി വന്നു. നീ വിഷമിക്കാതിരിക്കടാ, അടുത്ത വീട്ടിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഉറങ്ങാം. നീയും താൻ നൻപണ്ട. നമുക്ക് നല്ല ചുള്ള സാറുമാരെ കിട്ടിയായിരുന്നെങ്കിൽ പൊളിച്ചേനെ അല്ലേടി? നിന്റെ കോഴിത്തരം ഒന്ന് നിർത്തടി. അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ചുള്ള സാറുമാർ വന്നാൽ നമുക്കൊരു ദർശനസുഖവും കിട്ടും, കൂടെ നല്ലപോലെ പഠിക്കുകയും ചെയ്യാം. രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ രണ്ട് ആസ്ഥാന കോഴികളെ കൊണ്ടാണല്ലോ ദൈവമേ ഞാൻ നടക്കുന്നത്. നീയേ ശരണം കാത്തോളണേ. നീ ഇങ്ങനെ അതിന് ഞങ്ങൾ എന്തോ ചെയ്യാനാ? നല്ല ചുള്ള ചക്കന്മാരെ കണ്ടാൽ ഞങ്ങൾ വായി നോക്കും. അങ്ങനെ ഇവർ വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്. എൻ്റെ പേര് മഞ്ജിമ. ഞാൻ നിങ്ങളുടെ അക്കൗണ്ടൻസി ടീച്ചറാണ്. ഇങ്ങനെ ഏതാണ്ടൊക്കെയോ ഇംഗ്ലീഷിൽ കിടന്ന് ബ്ലാബ്ലാന്ന് ചിലച്ചിട്ട് ഞങ്ങളോട് പേരും ചോദിച്ചതിന് ശേഷം മാഡം ഇറങ്ങിപ്പോയി. പിന്നെ ഓരോ ടീച്ചേഴ്സും വന്ന് പരിചയപ്പെട്ടു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. നമുക്ക് ഇറങ്ങിയാലോടി? ഇറങ്ങാടി. നമുക്ക് രണ്ടുപേർക്ക് ലൈബ്രറി വരെ ഒന്ന് പോകണം. നീ വരുന്നോ അതോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നോ? നിങ്ങൾ പോയിട്ടോ, ഞാൻ വെയിറ്റ് ചെയ്യാം. എത്ര അലമ്പാണെന്ന് പറഞ്ഞാലും നമ്മുടെ പിള്ളേർ പഠിക്കാൻ മോശമില്ല കേട്ടോ. അത് നമ്മുടെ ജോയിച്ചിൻ്റെ ടീമായാലും അന്നുവിൻ്റെ ടീമായാലും. നമ്മുടെ അന്നു കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് മടുത്തപ്പോൾ അവളും അവരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ അന്നു കോറിഡോറിൽ കൂടി നടന്നപ്പോൾ പെട്ടെന്ന് ആരോ ആയിട്ട് കൂട്ടിയിടിച്ചു. അവൾ പെട്ടെന്ന് ചൂടാവാൻ വേണ്ടി തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടയാളെ കണ്ട് അവൾ പറയാൻ വന്ന് വിഴുങ്ങി. അവൾ നോക്കിയപ്പോൾ രാവിലെ താൻ വഴക്കുണ്ടാക്കിയ ചേട്ടൻ്റെ കൂട്ടുകാരൻ. അവൾ പേടിച്ചുപോയി. പക്ഷേ ഈ സമയം അത്രയും ജോയിച്ചൻ നമ്മുടെ അന്നുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ അവളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് അവളും. അവൾക്ക് അവൻ്റെ മുഖം കണ്ടിട്ട് എന്തോ പരിചയം തോന്നി. പക്ഷെ അവൾ ഒന്നും ചോദിച്ചില്ല. അവളും അവൻ്റെ കണ്ണിൻ്റെ മായാജാലത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ രണ്ടുപേരും സ്വപ്നലോകത്തിൽ നിന്ന് തിരിച്ചു വന്നു. സോറി ചേട്ടാ. എന്തുവാടി, നിനക്ക് കണ്ണ് കണ്ടൂടെ? മത്തങ്ങ പോലുള്ള രണ്ട് കണ്ണും ദൈവം തമ്മിൽ തന്നിട്ടുണ്ടല്ലോ. അതും വെച്ച് മാനത്തോട്ട് നോക്കി നടന്ന് വഴി കൂടെ പോകുന്ന പറഞ്ഞ നെഞ്ചത്തും കയറുന്നാണല്ലേ മോളുടെ പരിപാടി. ഡോ, ഞാനൊന്ന് താന്ന് തന്നു മോൻ എൻ്റെ തലേക്കറി ക്രിക്കറ്റ് കളിക്കല്ലേ? ഞാൻ ആരാണെന്ന് മോൻ അറിയും. നീ ആരായാലും എനിക്കെന്താടി? എന്നോട് കളിക്കാൻ വന്നാ കളി പഠിപ്പിച്ചിട്ടേ ജോയിൽ വിടൂ. കാണണോ നിനക്ക്? എന്നാ കാണിച്ചു താടാ. ഞാൻ കാണിച്ചു തരുവേ. കാണിക്കടാ. ഞാനൊന്ന് അറിഞ്ഞു കാണിച്ചാലേ മോക്ക് വയ്യാതാവും. അതുകൊണ്ട് മോള് ചേട്ടൻ്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ പോവാൻ നോക്കാം കേട്ടോടി. പോയോടി. എടോ എടോ, താൻ എങ്ങോട്ടായി പറഞ്ഞു കയറി പോകുന്നത്? ഡി, മൂത്തവരെ ഡോ എന്ന് വിളിക്കാറായോ? അതും പറഞ്ഞ് നമ്മുടെ ജോയിച്ചൻ അവളുടെ കൈ പിടിച്ച് പിറകിലേക്ക് തിരിച്ചു. എന്നെ എല്ലാവരും വിളിക്കുന്ന പോലെ എച്ചായെന്ന് വിളിച്ചാൽ മതി. നീ വിളിക്കടി. ഞാൻ വിളിക്കാം. ഇച്ചായ, എൻ്റെ കൈവിട്. ഗുഡ് ഗേൾ. അതും പറഞ്ഞ് ഇച്ചായനൊരു കള്ളച്ചിരി ചിരിച്ച് അവിടെ നിന്നും പോയി. ഇച്ചായനല്ല, കുച്ചായൻ. മനുഷ്യൻ്റെ കൈ. കർത്താവേ, അങ്ങേക്കിട്ട് നല്ല പണി കൊടുക്കാൻ സാധിക്കണേ. എന്തുവാടി നീ തനിയെ നിന്ന് പെറുപെറുക്കുന്നേ? നീയൊക്കെ ലൈബ്രറി കിടക്കാൻ പോയതാണോ? നീ ദേഷ്യപ്പെടുന്ന കാര്യം പറ. ഒന്നുമില്ല, വാ പോവാ. അങ്ങനെ അവർ 3 പേരും കോളേജിൽ നിന്നും വീട്ടിൽ പോയി. എന്നാൽ അവരുടെ വീഴ്ച നമ്മുടെ അപ്പുവും റോബിനും കണ്ടിരുന്നു. നീ ഈ രണ്ടിനെയാണോ രാവിലെ സെറ്റാക്കുമെന്ന് പറഞ്ഞേ?
ഞാനും അത് തന്നെയാണ് ചിന്തിച്ചേ. എന്തായാലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവർ മാത്രമേ യോജിക്കുള്ളൂ. നീയേ ശരണം ഗീവർഗസി പുണ്യാളച്ച, രണ്ട് കുഞ്ഞാടുകളെയും കാത്തോണേ. ആത്മകഥം ഓഫ് അച്ചു. അപ്പു വാടാ പോവാം. രാത്രിയിൽ നമ്മുടെ അന്നു ജോയിച്ചിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. എന്നാലും എൻ്റെ കർത്താവേ, അങ്ങനെ ഞാൻ എവിടെയായിരുന്നു കണ്ടത്? ഓർമ്മ കിട്ടുന്നില്ലല്ലോ. എന്തേലും ആവട്ടെ, ഞാനിതിന് അയാളെപ്പറ്റി ചിന്തിക്കുന്നത്. ഇതും ആലോചിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയാലെ നമ്മുടെ അന്നു ഉറക്കത്തിലേക്ക് വഴുതി വീണു. ജോയിച്ചനും ഇതേ സമയം അവൻ്റെ വായാടിയെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അടി വായാടി, നിന്നെ ഞാൻ കെട്ടി എൻ്റെ പിള്ളേരെ കൊണ്ട് മമ്മീന്ന് വിളിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ജോയൽ ഫിലിപ്പ് മേടയിലല്ല. ഇതും ആലോചിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയാലെ അവനും നിദ്ര പൂണ്ടു. ഇതേ സമയം വേറൊരു സ്ഥലത്ത് ഒരാൾ അന്നുവിനെ പറ്റി ആലോചിച്ചിരിക്കുകയായിരുന്നു. അവൻ അറിയുന്നില്ലല്ലോ തൻ്റെ പെണ്ണിനെ സംരക്ഷിക്കാൻ നട്ടെല്ലുള്ള ആണൊരുത്തൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അവൻ കോപമുണ്ടായാൽ അവൻ്റെ കോപത്താൽ എല്ലാവരെയും ചുട്ടെരിച്ച് ചാമ്പലാക്കാനുള്ള ശക്തിയുണ്ടെന്ന്. അടുത്ത ദിവസം നമ്മുടെ അന്നു ആരും വിളിക്കാതെ തന്നെ എഴുന്നേറ്റൊരുങ്ങി കോളേജിൽ പോയി. വീട്ടുകാർക്ക് അതൊരു പുതിയ കാര്യമായിരുന്നു. എന്താടി പതിവില്ലാതെ നേരത്തെ പോകണമെന്ന് പറഞ്ഞത്? ഞാനും അത് തന്നെ ആലോചിച്ചത്. ഞാൻ നന്നാവാൻ ശ്രമിച്ചതിന് നീയൊക്കെ എന്തിനാടി എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഞാൻ നന്നാവുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? മോളുടെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ പതിവില്ലാതെ പിറുപിറുക്കുന്നു, സ്വപ്നം കാണുന്നു, ചിരിക്കുന്നു. നീ ഞങ്ങളുടെ കൂട്ടുകാരി മാത്രമല്ല, എല്ലാമാണ്. നിന്റെ ഓരോ മാറ്റങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവും. കൂടാതെ ഞങ്ങൾ ലൈബ്രറിയിൽ നിന്ന് പലതും കണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു വായി നോക്കുന്നത്? തെറ്റാണ്, അമ്പാണ്, വില്ലാണ്, അവസാനം പവനായി ശവനായി. അല്ലേടി ദേവൂസേ? ഞങ്ങൾ കണ്ടായിരുന്നു. നീ ജോലി ചേട്ടനുമായിട്ട് കൂട്ടിമുട്ടുന്നതും അങ്ങേരുടെ ക്ലാമർ കണ്ട് വായി നോക്കുന്നതും കണ്ടായിരുന്നല്ലേ? നമ്മുടെ അന്നു പ്ലിങ്ങിപ്പോയി. മോളെ, അധികം പ്ലിങ്ങാതെ നടന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞേ. എടി അതൊക്കെ പറയാം. നീ ആ ചേട്ടൻ്റെ പേരെങ്ങനെ കണ്ടുപിടിച്ചു? അതപ്പോൾ ലൈബ്രറിയിൽ വന്ന ചേച്ചിയോട് പേര് ചോദിച്ചു. അന്നേരം ആ ചേച്ചി പറഞ്ഞു ജോയൽ ഫിലിപ്പ് മേഡയിൽ എന്നാണ് പേരെന്ന്. എല്ലാവരുടെയും ഇച്ഛായൻ. എല്ലാവർക്കും ഇച്ഛായനെ വലിയ കാര്യമാണ്. എന്ത് പ്രശ്നം വന്നാലും മുൻപിൽ നിൽക്കും. പെൺപിള്ളേരോട് അധികം മിണ്ടത്തില്ലെങ്കിലും അവരെ കെയർ ചെയ്യും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഭയങ്കര കലിപ്പാണ്. അതുകൊണ്ട് മോളൊന്ന് സൂക്ഷിച്ചോ, കൂടിയനവാ. കലിപ്പാണ്, കുന്തവാ. അങ്ങനെ ഞാൻ നേരെ ആക്കില്ലെങ്കിൽ ഞാൻ അന്നുവല്ല. നീ അന്നുവല്ല, അന്നയാണെന്ന് ഞങ്ങൾക്കറിയാം. തമാശയാണോ ഉദ്ദേശിച്ചത്? ഇനി ഇങ്ങനെയുള്ള ചളി പറയുമ്പോൾ നേരത്തെ ഒന്ന് പറയണേ, ചിരിക്കാനാ. ഏറ്റില്ലല്ലേ? ഇല്ല, നീ ഒന്ന് അടങ്ങിക്കേ ദേവു. നീ എന്തുവാ അന്നു ഉദ്ദേശിക്കുന്നത്? നീ എങ്ങനെ ഇച്ഛേനെ നേരെയാക്കാൻ പറ്റുമെന്ന് പറയുന്നത്? നീ നോക്കിക്കോ, ഈ കോളേജിൽ നിന്ന് പോകുന്നതിന് മുൻപേ ആ കലിപ്പൻ ഇച്ഛേനെ വായടി പെണ്ണാവും ഈ ഞാൻ. പക്ഷേ ഇച്ഛാന് വേറെ ലൈനുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും. പക്ഷേ അങ്ങനെ ഒരാളില്ലെങ്കിൽ ഈ അന്നുവിൻ്റെ കഴുത്തിൽ ഒരു മിന്നു വീഴുന്നുണ്ടെങ്കിൽ അത് ജോയിച്ചൻ്റെ ആയിരിക്കും. ഈ അന്നുവാ പറയുന്നത്. നീ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എന്നാൽ മതി, അയാളിപ്പോൾ സ്വീകരിക്കും. അവൾ പറഞ്ഞതിന് കാര്യമുണ്ട് അന്നു. ഇപ്പോൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് പലതും തോന്നും. പക്ഷേ ഭാവിയിൽ ഇത് മാറിയാലോ? ഇല്ലടി, ഞാൻ മാറത്തില്ല. ഇച്ഛായനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഉള്ളിലൊരു ഫീൽ, എവിടെയോ കണ്ടു മറന്ന മുഖം. നീ സീരിയസ് ആണെങ്കിൽ ഞങ്ങളുണ്ടാവും നിൻ്റെ ഒപ്പം, അല്ലേ അച്ചു? പിന്നെ അല്ല. സോ ഇന്നു മുതൽ മിഷൻ ഇച്ഛായൻ, ഡബിൾ ഓക്കെ. അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് പോയി. നീ എന്തുവാടാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? പഴയ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചാടാ. അതൊക്കെ പോട്ടടാ, അതൊക്കെ കഴിഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പുവും റോബിനും ജോയലിനെ കെട്ടിപ്പിടിച്ചു. നീ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതിരിക്കുക. അതേടാ, അവൻ പറഞ്ഞത് ശരിയാ. പഴയതിനെ നീ മറവിക്ക് വിട്ടുകൊടുക്കുക. നിന്നോട് ഇന്നലെ വഴക്കുണ്ടാക്കിയ പെങ്കൊച്ചല്ലേ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നേ? നീ എന്നല്ല പെൺപിള്ളേരെ നോക്കാൻ തുടങ്ങിയത്. അത് അവൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. വേണ്ടടാ കള്ള ഇച്ഛായ, നീ കിടന്ന് ഉരുളണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതും പറഞ്ഞ് നമ്മുടെ അപ്പു ജോയലിൻ്റെ വയറ്റിനിട്ട് ഒരിടി കൊടുത്തു. നിനക്ക് എന്ത് വേണം മോനെ? അയ്യോ അമ്മേ, എൻ്റെ ചെവിയുടെ ഫിലമെൻറ്റും ഡയഫ്രം ഒക്കെ അടിച്ചു പോയേ. നീ ഇവിടുന്ന് എത്രയാണ് ഈ ഫ്രഷ് സാധനങ്ങളൊക്കെ പഠിക്കുന്ന കോപ്പേ? മോന് പഠിപ്പിച്ചു തരാം, ഇങ്ങ് അടുത്ത് വാ. BGM ഫ്രം റോബിൻ. അടുത്തു വാ, അടുത്തു വാ, അടുത്തു വന്നാട്ടെ. പോടാ ദ്രോഹി, അവൻ്റെ ഓലക്കമേലൊരു പാട്ട്. റോബിൻ പുച്ഛഭാവത്തോടെ നിന്നു. എന്താടാ, നീ വരുന്നില്ലേ? വേണ്ടടാ, വേണ്ടാത്തോണ്ടാ. ഓ, മോനങ്ങനെ പറയല്ലേ.
ഇങ്ങനെ പോയാ നീ ഇനിയൊരു പൊട്ടനാക്കും. പിന്നെ എന്നെ ആര് കെട്ടും പറയടാ? അല്ലെങ്കിൽ കെട്ടാൻ പറ്റിയൊരു സാധനം. ആസിഫലിയുടെ ബോഡിയും ടിൻറ്റുമോൻ്റെ ബുദ്ധിയും. എക്സ്ട്രീം പുച്ഛം രണ്ടുപേരും വാരി വിതറി. നീ പുച്ഛിക്കടാ, പുച്ഛിക്ക്. എന്നെങ്കിലും ഒരിക്കൽ നീ എൻ്റെ വില മനസ്സിലാക്കും. ശരി അമ്പ്ര, ആയിക്കോട്ടെ. ഇത്രയും സംസാരം നടന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ നമ്മുടെ അപ്പു മുഖം വീർപ്പിച്ച് മാറി നിന്നു. വാടാ റോബിച്ച, അവനിന്ന് ചൊറിഞ്ഞിട്ട് വരാം. ഡാ റോബി, ഇവനാണോ അർച്ചന എന്ന പെങ്കുച്ചിനെ വായി നോക്കി നീ എന്നോട് പറഞ്ഞത്? ആടാ തെണ്ടി, നീ എന്താണ് അവനോട് പറഞ്ഞത്? അത് ചുമ്മാ ഒരു രസത്തിന്. എനിക്ക് സമാധാനമായല്ലോ. റോബിൻ അവൻ്റെ 32 പല്ലും വെച്ച് ഇളിച്ചു കാണിച്ചു. എന്തായാലും കൊള്ളാം, നിനക്ക് എന്നോട് ഇത് പറയാൻ തോന്നിയില്ലല്ലോ. എടാ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ വെറുതെ ഇവനോടൊന്ന് പറഞ്ഞതാ. ജോയൽ അത് കേട്ടെങ്കിലും ഒന്നും മിണ്ടാതെ ആൽമര ചുവട്ടിൽ പോയിരുന്നു. അപ്പോൾ റോബിനെ നോക്കി സമാധാനമായില്ലേടാ എന്ന ഒരു എക്സ്പ്രഷൻ ഇട്ടു. റോബിൻ അവനെ നോക്കി പറ്റിപ്പോയടാ എന്ന എക്സ്പ്രഷനും ഇട്ടു. ചോദിച്ചാ ഒന്ന് നോക്കടാ ഡാ. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. അത് ശരിക്കും അപ്പുവിനും റോബിനും സങ്കടമായി. അവർ മൂന്നുപേരും പരസ്പരം ചളി വാരി എറിയുമെങ്കിലും അവരിൽ ഒരാൾ പിണങ്ങിയാൽ മറ്റേയാൾക്ക് സഹിക്കില്ല. അത്രയ്ക്കും ആത്മാർത്ഥതയുള്ള കൂട്ടുകെട്ടായിരുന്നു അവരുടെ. അപ്പു മാറി നിന്ന് സങ്കടപ്പെട്ടു. ജോയൽ അത് കണ്ടു. അവൻ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവർ പരസ്പരം ഉള്ള വഴക്ക് പറഞ്ഞു തീർത്തു. എന്തുവാടാ പൊട്ട, റോബിനെ നോക്കി നിൽക്കുന്ന വാടാ. അവനും വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവരുടെ സന്തോഷം പങ്കിട്ടു. എന്നാൽ ഇതേ സമയം 3 ജോഡി കണ്ണുകൾ അവരെ വീക്ഷിക്കുകയായിരുന്നു. അവരുടെ പരസ്പര സ്നേഹവും വിശ്വാസവും സൗഹൃദവും ഒക്കെ മനസ്സിലാക്കുകയായിരുന്നു. ശരിക്കും അവരുടെ കൂട്ടുകെട്ട് എത്ര സ്ട്രോങ് ആണല്ലേ. ശരിയാ പറഞ്ഞത്. ശരിക്കും നമ്മളെപ്പോലെ. എടി, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തോടെ ദേവു? കാര്യം പറഞ്ഞ് നമ്മൾ വന്ന കാര്യം മറന്നുപോയി. അതെ, എന്തുപടി നീ കാര്യം പറടി കൊച്ചേ. അതെ, നമ്മൾ എന്തിനായിരുന്നു ഇങ്ങോട്ട് വന്നേ? ഡി അച്ചു, നീ ഇവളെ വിളിച്ചോണ്ട് പോയേ. ഇനി ഇവളെ ഇവിടെ നിന്നാൽ ഞാൻ വല്ലതും ചെയ്തു പോവും. എടി, സത്യമായിട്ട് നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വർഷത്തെ 2 മണ്ടികളെയും കൊണ്ടാണല്ലോ കർത്താവേ ഞാൻ നടക്കുന്നത്. മണ്ടി നിന്റെ അമ്മായിയമ്മ, പാവ എൻ്റെ ഇച്ചായൻ്റെ അമ്മ. ഡി, നീ ഇച്ചായൻ്റെ അമ്മയെ പറയാറായോ? ഇനി കൊല്ലും. പിടിയടിയാ ചോളെ. പിള്ളേർ അവളുടെ പിറകെ ഓടാൻ തുടങ്ങി. നിക്കടി അവിടെ. നമ്മുടെ ദേവു ഗ്രൗണ്ടിൽ കൂടി ഹുസൈൻ ബോൾട്ടിൻ്റെ ആൾ വേഗത്തിൽ ഓടുകയാണ്. ബാക്കി കുട്ടികളെല്ലാം ഇവളെന്ത് സാധനം എന്ന രീതിയിൽ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവൾ ഓടിച്ചെന്ന് ആരെയോ ഇടിച്ചു. പക്ഷെ താഴെ വീണില്ല. വീഴുമെന്ന് പേടിച്ച് പാവം കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും താൻ താഴെ ലാൻഡ് ആയില്ലേ എന്ന് വിചാരിച്ച് കണ്ണുകൾ തുറന്നപ്പോൾ ദാ നിൽക്കുന്നു സാക്ഷാൽ റോബിച്ചൻ തൻ്റെ മുന്നിൽ. നിങ്ങൾ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ, കുറെ കിളികൾ കൂടിവിട്ട് പറന്നു പോകുന്നത്? അതെ, അത് വേറെ ആരുടെയുമല്ല, നമ്മുടെ ദേവുവിൻ്റെയാണ്. ഇത്രയും സമയം നമ്മുടെ റോബിച്ചൻ ദേവുവിൻ്റെ ചോരയൊറ്റി കുടിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. അവനറിയാതെ തന്നെ യാന്ത്രികമായിട്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ഒന്നാമത് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത കൊച്ച, ഇനി എന്തൊക്കെ സംഭവിക്കുമോ? അവസാനം അവൻ അന്വേഷിച്ചതെന്തോ കിട്ടിയ പോലെ അവൻ്റെ മുഖം അവളുടെ അധരങ്ങളിലേക്ക് അടുത്തു.